നമ്മൾ എത്ര കണ്ട് സ്നേഹിക്കുന്നവരാണെങ്കിലും നമ്മുടെ ഭാര്യയാകട്ടെ, നമ്മുടെ മാതാപിതാക്കളാകട്ടെ, നമ്മുടെ കൂടപ്പിറപ്പുകളാകട്ടെ, നമ്മളുടെ മക്കളാകട്ടെ, നമ്മുടെ കുടുംബക്കാരാകട്ടെ, അല്ലെങ്കിൽ കൂടെ പഠിച്ചവരാകട്ടെ, ഇവര് നമ്മുടെ കൂടെ എവിടെ വരെ വരും? എത്ര ചങ്കാണെങ്കിലും, എന്റെ പ്രിയമുള്ളവരെ, കരളിന്റെ കഷ്ടമെന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുമെങ്കിലും എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാ കൂട്ടുകാരും എവിടെ വരെയാണ് വരുന്നത്? എല്ലാ കൂട്ടുകാർക്കും വരുന്നതിനൊരു പരിധിയുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, എല്ലാ കൂട്ടുകാരും പെരുവഴിയിലിട്ടിട്ട് പോകുന്നവരാണ്. അധികം കൂട്ടുകാരും നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന പല കൂട്ടുകാരും പെരുവഴിയിൽ പകുതിയിൽ കൊണ്ട് നമ്മളെ കൈയൊടിഞ്ഞിട്ട് കടന്നു പോകുന്നവരാ. സ്വന്തം കാര്യം നോക്കിയിട്ട് കൂട്ടുകാര് പിരിഞ്ഞു പോകുമെന്നവിടെന്ന് ചരിത്രങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ തഴവ ഉസ്താദ് പറഞ്ഞതുപോലെ, നിനക്കുള്ള ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ. അല്ലാഹുവേ, ഞാനും നിങ്ങളും അങ്ങ് മരിച്ചു പോയി കഴിഞ്ഞാൽ, എന്റെ പ്രിയമുള്ളവരെ, ഇന്നെന്റെ പേര് സിറാജ് എന്നാണ്. ഇന്നെന്നെ കുറിച്ച് പറയാൻ ഒരുപാട് വിശേഷണങ്ങൾ ഇവിടെ പറയുമ്പോൾ, ഞാനെങ്ങാണം മരിച്ചു പോയാ ഇന്ന് പലരും ഡേറ്റ് മേടിക്കാൻ എന്റെ വീട്ടിലേക്ക് കടന്നു വരുന്നു. സിറാജ് ഉസ്താദിന്റെ വീട് എവിടെയാണ്? പക്ഷേ ഞാനെങ്ങാണം മരിച്ചു പോയാ, പടച്ചവനെ, സിറാജിന്റെ വീട് ഏതാണെന്നല്ല ചോദിക്കുന്നത്, മരണ വീട് എവിടെയാണ്? എന്റെ പേരെവിടെ കഴിഞ്ഞല്ലോ. അല്ലാഹുവേ, പടച്ചവനെ, നമ്മളെല്ലാവരും സ്വന്തമായിട്ട് കുളിക്കുന്നവരാ. എങ്കിലും ഒരു ദിവസം നമ്മുടെ കുടുംബക്കാര് കുളിപ്പിക്കുകയാണ്. എല്ലാവരും കൂടെ മനോഹരമായി ഉമ്മ തന്റെ കുഞ്ഞിനെ കുളിപ്പിക്കുന്നതിനേക്കാൾ സൂക്ഷ്മതയോടുകൂടി പടച്ചവനെ എന്നെയും നിങ്ങളെയും കുടുംബക്കാര് കൂട്ടുകാരും എല്ലാവരും കുളിപ്പിക്കുകയാണ്. എന്നിട്ടതാ വീട്ടിന്റെ അകത്തേക്ക് കൊണ്ടുവച്ചു 3 കഷ്ടം വെള്ള തുണി എടുക്കുകയാ. ജീവിതത്തിൽ ഒരിക്കലും ധരിക്കാൻ ഇഷ്ടപ്പെടാത്ത, ഒരു മോഡലുമില്ലാത്ത, ഒരു കരയുമില്ലാത്ത 3 കഷ്ടം വെള്ള തുണി എടുത്തിട്ട് വിരിച്ചിട്ട് അതിന്റെ മുകളിലേക്ക് എന്നെയും നിങ്ങളെയും പിടിച്ച് കിടത്തിയിട്ട് അതാ പടച്ചവനെ അവിടെന്ന് വിളിച്ചു പറയുകയാ, കാണണ്ടവർ കണ്ടോ പുതിയാ പോകുകയാ, ജനാസ പുതിയാ പോകുകയാ, കാണണ്ടവർ മുഴുവനും കണ്ടോ. അല്ലാഹുവേ, വല്ലാത്ത തിരക്കാണ്. അവസാനം കാണണ്ടവർ മുഴുവനും കണ്ടതിന് ശേഷം മൂക്കിന്റെ ദ്വാരത്തിലേക്ക് പഞ്ഞു കയറ്റി വെച്ചിട്ട് അവസാനം എന്റെയും നിങ്ങളുടെയും ജനാസ എവിടെ നിന്ന് പുതിയുകയാ. അവിടെ നിന്ന് മയ്യത്ത് പുതിഞ്ഞു കഴിഞ്ഞു. അതാ പടച്ചവനെ, മയ്യത്ത് കെട്ടിനകത്ത് വെച്ചിരിക്കുന്ന സ്ട്രെച്ചറിന്റെ അകത്തേക്ക് എന്റെയും നിങ്ങളുടെയും ജനാസ എങ്ങോട്ട് എടുത്ത് വെക്കുകയാണ്. അത് ചുമലിലേക്ക് ഉയരുമ്പോ അല്ലാഹുവേ, മഹാനായ തലവ ഉസ്താദ് പറയുകയാണ്, ആ ജനാസ തോളിന്റെ മുകളിലേക്ക് ഉയരുമ്പോ മയ്യത്ത് കട്ടിൽ തോളിലേക്കുയരുന്നേ. പുരയ്ക്കുള്ളിലപ്പോൾ രോദനം കേൾക്കുന്നേ. ജനാസ എവിടെ നിന്നും ഉയർത്തി കഴിയുമ്പോ അതാ വീടിന്റെ അകത്തിരുന്ന് വല്ലാത്ത കരച്ചലിന്റെ ശബ്ദം കേൾക്കുകയാ. അല്ലാഹുവേ, അതാ ക്ഷമ വിട്ട ഉമ്മയും പൊന്നുമകനെ എന്നെ കൈവിട്ടു പോന്നോ, കാണലം ആ പൊന്നെ. ഉമ്മ ചോദിക്കുന്നു, മോനെ പോകുകയാണോ? വാപ്പ ചോദിക്കുകയാ, എന്നെക്കാരും മുമ്പേ പോയല്ലോടാ, ഇനി എന്നാടാ മോനെ നിന്നെ ഞാനൊന്ന് കാണുന്നത്? ഉമ്മ കരയുന്നുണ്ട്, വാപ്പ കരയുന്നുണ്ട്, കൂടപ്പറപ്പുകളെ സഹോദരിമാരും നെഞ്ചുപൊട്ടികെട്ട് കരയുന്ന രംഗവാ. ഭാര്യ കിടന്ന് വിളിച്ചു പോകുന്നുണ്ട്. കൂടപ്പറപ്പുകൾ കണ്ണിലൂടെ കണ്ടടങ്ങൾ ഒലിപ്പിച്ചുകൊണ്ട് മയ്യത്ത് കട്ടിലിന്റെ പുറകിൽ ഇങ്ങനെ നടക്കുകയാ. ആ സമയമുണ്ടല്ലോ, അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ. അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. വാപ്പാ, എന്റെ ഉപ്പാര എവിടെ
കൊണ്ടുപോവുകയാണ്. ഉപ്പാവും എഴുന്നേക്ക് വാപ്പാ, എന്നോടൊന്ന് കളിച്ച് ചിരിക്കു വാപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് അരിമക്കിടാങ്ങളായ നമ്മുടെ മക്കളുണ്ടല്ലോ, വീടിന്റെ അകത്ത് കിടന്ന് വിളിച്ചു പോകുമ്പോ എന്റെ പ്രിയമുള്ളവരെ, മിണ്ടാതെ ഒരു ദിവസം സിറാജ് കിടക്കണ്ടവരാ, ഞാനും നിങ്ങളും കിടക്കണ്ടവരാ. പടച്ചവനെ, ആ ജനാസ വീട്ടിൽ നിന്നിറങ്ങുമ്പോ നിന്റെ പെറ്റ തള്ള നിന്നെ കൈയൊടിഞ്ഞു മോനെ, ഭാര്യ കൈയൊടിഞ്ഞു, സഹോദരിമാര് കൈയൊടിഞ്ഞു. അവസാനം നിന്റെ ജനാസ പള്ളിയിലേക്ക് കൊണ്ടുവന്നു. അതാ മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു. എന്നിട്ട് എല്ലാവരും കൂടെ നിന്റെ മയ്യത്ത് ചുമന്നുകൊണ്ട് പള്ളിക്കാട്ടിലേക്ക് കടന്നു ചെന്നിട്ട് നിനക്ക് ഒരുക്കിയിട്ടിരിക്കുന്ന അല്ലാ, നിനക്ക് ഒരുക്കിയിട്ടിരിക്കുന്ന 6 അടി മണ്ണെന്ന് പറയുന്ന കബറുണ്ടല്ലോ, അല്ലാഹുവേ, ഒരു മോഡലുമില്ല ചെറുപ്പക്കാരാ. എടാ, ഒരു മോഡലുമില്ല, ഒരു ഫാഷനുമില്ല, എല്ലാവർക്കും ഒരേ ഒരു കുഴിയാടാ മോനെ, ഒരേ അളവ് നീള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആ കബറിന്റെ അകത്തേക്ക് നിന്നെ ഇറക്കി വെക്കുകയാ. കബറിന്റെ അകത്ത് നിൽക്കുന്ന മനുഷ്യൻ ചോദിക്കുന്നു, മോനെവിടെ? വാപ്പാന്റെ കബളിന്റെ താഴെ വെക്കാൻ ഒരു പിടി മണ്ണ് വാരി തരുമോ? അല്ലാഹുവേ, പലകയെടുത്ത് നിരത്തി കഴിഞ്ഞു. പിന്നെ വാസിയാട് എന്റെ പ്രിയമുള്ളവരെ, പള്ളിക്കാട്ടിന് മയ്യത്തിന്റെ മുകളിലേക്ക് മണ്ണ് വാരി ഇടുന്നത് കണ്ടാ പടച്ചവനെ വല്ലാത്ത അത്ഭുതം തോന്നുകയാ. വാരി എറിയുകയാണ്, വാരി എറിയുകയാണ്. പക്ഷേ ചെറുപ്പക്കാരാ, ആ മണ്ണ് വാരി ഇടുന്നതിൽ പഠിക്കാൻ ഒരു ഗുണപാഠമുണ്ട്. അതിനകത്ത് ഒരുപാട് അർത്ഥമുണ്ടടാ. അത് മണ്ണ് വാരി ഇടുമ്പോ പറയേണ്ട ദുആയുണ്ടടാ. മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു തരുന്നതല്ലേ. അവസാനം അവന്റെ നെഞ്ചിന്റെ മുകളിലേക്ക് പിടിമണ്ണ് വാരി എറിഞ്ഞിട്ട് അവസാന കബറ് മനോഹരമാക്കുകയാണ്. പടച്ചവനെ, മണ്ണൊക്കെ നല്ല നിലയിലിടുകയാണ്. എന്നിട്ട് അടുത്തവന്റെ കബറിന്റെ മുകളിൽ നിൽക്കുന്ന അതാ ചെടികളിൽ നിന്ന്, അവിടെ നിൽക്കുന്ന ചെടികളിൽ നിന്നൊരു കമ്പൊടിച്ചിട്ട് അതുപോലെ സ്വന്തമായിട്ട് കൊണ്ടുപോകാനില്ല. അതുപോലും സ്വന്തമായിട്ട് വല്ലവന്റെ കബറിന്റെ മുകളിൽ നിൽക്കുന്നത്. ചിന്തിക്കണം ചെറുപ്പക്കാരാ, ചിന്തിക്കണം ചെറുപ്പക്കാരാ. അടുത്തവന്റെ കബറിന്റെ മുകളില്, എന്റെ വാപ്പയുടെ കബറിന്റെ മുകളിൽ ഞാൻ നട്ടുവച്ചിരിക്കുന്ന തൈ ഒടിക്കണമെങ്കിൽ എന്റെ അനുവാദം വേണ്ടേ? എന്റെ അനുവാദം വേണ്ടേ? സ്വന്തം വാപ്പാനെയും ഉമ്മാനെയും കബറിന്റെ അകത്തിറക്കി വെച്ച് അടുത്തവന്റെ കബറിന്റെ മുകളിൽ നിന്ന് അവൻ നട്ടു വളർത്തുന്ന ചെടി ഒടിച്ചിട്ട് ഉപ്പാന്റെ നെഞ്ചത്ത് വെച്ചിട്ട് ഉമ്മയുടെ നെഞ്ചത്ത് വെച്ചിട്ട് അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമുൽ മുഅ്മിനീൻ, അവിടുന്ന് ഒരു ടാറ്റ കൊടുക്കുകയാ. അവിടുന്ന് സലാം പറഞ്ഞിട്ട് എല്ലാവരും പിരിയുകയാണ്, എല്ലാവരും പിരിയുകയാണ്. പള്ളിക്കാട്ടിൽ 6 അടി മണ്ണിന്റെ അകത്ത് കൊണ്ടുവന്ന് കുടിച്ചിട്ടിട്ട് സ്വന്തം ഉപ്പയുടെ കബറിന്റെ ചാരത്ത് ഒരു 5 മിനിറ്റ് പോലും നിൽക്കാൻ മക്കൾക്ക് സമയമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അള്ളാന്റെ റസൂല് പറഞ്ഞത് എന്തെന്നറിയോ? കബറടക്കിയിട്ട് നീ പെട്ടെന്ന് ഓടല്ലേ. വാപ്പയുടെയും ഉമ്മയുടെയും ജനാസ ഇറക്കി വെച്ചിട്ട്, മാതാപിതാക്കളുടെ ജനാസ കബറിന്റെ അകത്ത് ഇറക്കി വെച്ചിട്ട്, എടാ പോകേണ്ടവരൊക്കെ പോകട്ടെ, നീ ഒരു 40 ആയത്തോതുന്ന സമയം ഒരു 5 മിനിറ്റ് എങ്കിലും ആ കബറിന്റെ ചാരത്ത് നിൽക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. വെറുതെയല്ലടാ നിൽക്കാൻ പറഞ്ഞത്, ആ നിൽക്കുന്നതിലൊരു കാരണമുണ്ട്. മുത്തുനബി പറഞ്ഞത് എന്തെന്നറിയോ? കബറിന്റെ അകത്ത് കിടക്കുന്ന മനുഷ്യനറിയാ, ഓരോ മനുഷ്യനും പോകുന്നത് എന്റെ ആത്മാർത്ഥ സുഹൃത്ത് പോയല്ലോ, എന്റെ കൂടപ്പിറപ്പ് പോയല്ലോ, എന്റെ കൂട്ടുകാര് പോയല്ലോ, എന്റെ സഹോദരങ്ങൾ പോയല്ലോ. സ്വന്തം മക്കളാണ് ഒന്നാമത് ഓടുന്നത്. വാപ്പയെ കബറടക്കിയിട്ട് മക്കൾ ഇങ്ങനെ ഓടുമ്പോ കബറിന്റെ അകത്ത് കിടക്കുന്ന വാപ്പ ചിന്തിക്കുന്നു, അല്ലാ, എന്റെ മോൻ എന്നെ ഇത്രയും പെട്ടെന്ന് മറന്നുപോയോ അല്ലാ, ഇത്രയും പെട്ടെന്ന് എന്റെ പൊന്നുമോൻ എന്നെ അങ്ങ് മറന്നുപോയോ അല്ലാ. മോനെ കബറിന്റെ ചാരത്ത് നിന്ന ഉമ്മ ചിന്തിക്കുന്നത് എന്തെന്നറിയോ? ആര് പോയാലെന്താ, ആരെ
ആരൊക്കെ പോയാൽ എനിക്കൊന്നുമില്ല, എന്റെ പൊന്നുമോൻ പോയില്ലല്ലോ, എന്റെ പൊന്നാര മകൻ പോയില്ലല്ലോ. ഖബറിന്റെ അകത്ത് കിടക്കുന്ന മനുഷ്യനൊരു ധൈര്യം കിട്ടുമെന്ന, ആ മനുഷ്യനൊരു സമാധാനം കിട്ടുമെന്ന. എന്റെ പ്രിയമുള്ളവരെ, എല്ലാവരും ഖബറിന്റെ ചാരത്തു നിന്നും മടങ്ങി പോകുമ്പോ നമ്മളെ സ്നേഹിക്കുന്ന കൂട്ടുകാർ അവിടെ വരെ ഉള്ളൂ. പള്ളിക്കാട്ടില് ഇരുട്ടറയില് ആരാരുമില്ലാത്ത ഒരു കുഴിക്കകത്ത് കൊണ്ടുവന്ന് കളഞ്ഞിട്ട് എല്ലാ കൂട്ടുകാരും പിരിഞ്ഞു പോകുമ്പോ അവന്റെ കൂടെ കൂടിയിട്ട് നിനക്കെന്ത് കിട്ടാനാ? പെരുവഴിയിൽ ഇട്ടിട്ട് പോകുന്നവന്റെ കൂടെ കൂടിയിട്ട് പെരുവഴിയിൽ പള്ളിക്കാറ്റിൽ ആരുമില്ലാത്ത ഒരാറടി മണ്ണിന്റെ ഒരു കുടിയെടുത്ത് നിന്നെ അതിനകത്തിട്ടിട്ട് എല്ലാരും പോകുമ്പോ എന്റെ സഹോദരാ, കൂട്ടുകാരങ്ങനല്ല. എല്ലാ കൂട്ടുകാരും നമ്മൾ അവിടെ കൈയൊഴിഞ്ഞിട്ട് പോകുമ്പോ കൈയൊഴിയാത്ത ഒരു കൂട്ടുകാരനെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാ. നിങ്ങളെ കൈവിടാത്ത ഒരു കൂട്ടുകാരൻ പകുതിയിൽ കളയൂല, പെരുവഴിയിൽ കളയൂല, പള്ളിക്കാറ്റിൽ കൊണ്ടുവന്ന് കളയൂല. പൊന്നുമോനെ, ഒരു കൂട്ടുകാരൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാ. നിങ്ങൾ ആരെങ്കിലും ഇവരെ കൂട്ടുകാരാക്കിയാൽ മോനെ ജീവിതത്തിലുണ്ടടാ, മരണസമയത്തുണ്ട്, ഖബറിന്റെ അകത്തുണ്ട്, പരലോകത്തുണ്ട്, സിറാത്തിലുണ്ട്, മീസാനിലുണ്ട്. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോയിട്ട് ആ കൂട്ടുകാര് നിന്നെ കൈവിടൂ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഏകദേശമുള്ള കൂട്ടുകാർ മുഴുവനും പള്ളിക്കാട് വരെ വരത്തുള്ളൂ. എങ്കിൽ ഒരു കൂട്ടുകാരനുണ്ട്, അവൻ ദുനിയാവിലുണ്ടാകും, ഖബറിന്റെ അകത്തുണ്ടാകും, മരണസമയത്തുണ്ടാകും, പരലോകത്തുണ്ടാകും, മീസാനിലുണ്ടാകും, സിറാത്തിലുണ്ടാകും. നിന്നെ സ്വർഗ്ഗത്തിൽ കൊണ്ടുവിട്ടിട്ടേ ആ ചങ്ങാതി പോകൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു ആ കൂട്ടുകാരന്റെ കൂടെ കൂടാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ആ കൂട്ടുകാരുടെ കൂടെ കൂടാൻ ഭാഗ്യം തരുമാറാകട്ടെ. ആ കൂട്ടുകാരെന്നറിയോ? കള്ളുകുടിക്കുന്നവനല്ല. ആ കൂട്ടുകാരൻ കള്ളുകുടിക്കുന്നവനല്ല, വ്യഭിചരിക്കുന്നവനല്ല, പലിശ തിന്നുന്നവനല്ല. ജീവിതത്തിൽ ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ പാവം കാണൂല. ആ കൂട്ടുകാര് ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ പാവം കണ്ടിട്ടില്ല, പാവം കേട്ടിട്ടില്ല, പാവം പറഞ്ഞിട്ടില്ല. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ ചില കൂട്ടുകാരുണ്ട്. അള്ളാഹു നമുക്ക് ആ കൂട്ടുകാരുടെ കൂടെ കൂടാൻ ഭാഗ്യം തരുമാറാകട്ടെ. അവരാരെന്നറിയുവോ? അള്ളാഹുവിന്റെ മലക്കുകളാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അള്ളാഹുവിന്റെ സൈന്യം, അള്ളാഹുവിന്റെ മലക്ക് ജനിച്ചത് മുതൽ മരിക്കണ കാലം വരെ പാവം ചെയ്തിട്ടില്ല. അവര് പാവം കണ്ടിട്ടില്ല, അവര് പാവം പറഞ്ഞിട്ടില്ല, അവര് ഹറാമ് തിന്നിട്ടില്ല. അവർക്ക് ഒറ്റ വാക്കേ അറിയൂ, അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ. ജനിച്ചത് മുതൽ മരിക്കണ വരെ ഇത് തന്നെ ചെയ്യും. ഈ മലക്കുകളുടെ കൂടെ കൂടിയ നിന്റെ കയ്യെ പിടിച്ച് സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. അള്ളാഹു മലക്കുകളുടെ കൂടെ കൂടാൻ എനിക്ക് നിങ്ങൾക്കും ഭാഗ്യം തരുമാറാകട്ടെ. ഒന്ന് കൂടിക്കൂടെ. പെരുവഴിയിൽ ഇട്ടിട്ട് പോകില്ല ചങ്ങാതി, മലക്കുകളെ കൂട്ടുകാരാക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇങ്ങോട്ട് നോക്കില്ല, അവിടെ എന്തിനാ നോക്കണേ? 6 അടി നീളത്തിൽ ഞാൻ ഇവിടെ നിൽക്കണില്ല, ഇങ്ങോട്ട് നോക്ക്. എന്താ എല്ലാരും അങ്ങോട്ടാ നോക്കണം? അടച്ചാനെ ഞാനും കൂടെ അങ്ങോട്ട് നോക്ക്. ഇങ്ങോട്ട് നോക്ക്, ഞാനിവിടെ നിൽക്കണ്ടില്ലേ? എന്താ വെളുത്തൊക്കെ നിൽക്കണ്ടില്ലേ? ഡ്രസ്സൊക്കെ ഇട്ട് മലക്കൾ നിൽക്കണ പോലെ ഇങ്ങോട്ട് നോക്ക്. അതാ പറഞ്ഞ ഉസ്താദ്മാരാക്കണമെന്ന് മക്കളെ, ഇതാ പറഞ്ഞ ഉസ്താദ്മാരാക്കണം. ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മലക്കുകളുടെ കൂടെ കൂടിക്കോ. കൈയൊഴിഞ്ഞിട്ട് പോകത്തില്ല, തേച്ചിട്ട് പോകൂല. കൂടെ കിടക്കുന്നവർ വരെ തേച്ചിട്ട് പോണ കാലമാണ്. സ്വന്തം മക്കൾ വരെ തേച്ചിട്ട് പോകുന്ന കാലം ഈ കാലഘട്ടത്തിൽ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ തേച്ചിട്ട് പോകുന്നവരെല്ലാം മലക്കുകൾ മരിച്ചാലും കൂടെ ഉണ്ടാകും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. മലക്കുകളുടെ കൂടെ കൂടണമെങ്കിൽ ഇത്തിരി കഷ്ടപ്പാടുണ്ട്, ഓസിന് കിട്ടൂല. മലക്കുകളുടെ കൂടെ കൂടണമെങ്കിൽ പെട്ടെന്ന് കിട്ടൂല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മലക്കുകളുടെ കൂടെ കൂടണമെങ്കിൽ, മലക്കുകളെ കൂട്ടുകാരാക്കണമെങ്കിൽ, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകനും ജിബ്രീൽ അലൈഹിസ്സലാമും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്.
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാമും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ മഹാനായ അബൂദറിൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു, അബൂദർ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട സ്വഹാബിയുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലൂടെ നടന്നു പോവുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം ഒരു സ്വഹാബിയുടെ രൂപത്തിലാണ് പ്രവാചകന്റെ മുന്നിൽ കടന്നു വരുന്നത്. രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ മുത്തുനബി സംസാരിക്കുകയാണല്ലോ. അതാ മഹാനായ അബൂദറിൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു അവിടെ ഇങ്ങനെ അതാ ഒതുങ്ങി ഇങ്ങനെ നടന്നു പോകുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ആ പോകുന്നത് അബൂദർ അല്ലേ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുകയാണ്, ആ പോകുന്നത് അബൂദറിൽ ഗിഫാരി അല്ലേ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത അത്ഭുതമായി. അല്ലാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത അത്ഭുതമായി. അവിടെന്ന് ചോദിക്കുന്നു, ജിബ്രീലേ, എന്റെ അബൂദറിനെ നിനക്ക് എങ്ങനെ അറിയാ ജിബ്രീൽ? ആ പോകുന്നത് അബൂദറാണെന്ന് നിനക്ക് എങ്ങനെ അറിയാ? അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട സ്വഹാബിയെ കുറിച്ച് ചോദിക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, വല്ലദീ ബഅസക ബിൽ ഹഖി നബിയാ. അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടെന്ന് പറയുന്നു, നബിയേ, ഇന്നഹു ലഫീ മലകൂതി സമാവാതി സബ്ഇ അശ്ഹറു ഫിൽ അർളി. അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അബൂദറിനെ മലക്കുകൾക്ക് എല്ലാവർക്കും അറിയാം നബിയേ. മലക്കുകൾക്ക് നല്ല പരിചയമുള്ള ആളാണ് അബൂദർ. അബൂദറിൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു മലക്കുകൾക്ക് നല്ല പരിചയമുള്ള മനുഷ്യനാണ്. മലക്കുകൾക്ക് നല്ല പരിചയമുള്ള സ്വഹാബിയാണ്. ദുനിയാവിലെ ആൾക്കാർ അറിയുന്നതിനേക്കാൾ അബൂദറിനെ മലക്കുകൾക്ക് അറിയാൻ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത അത്ഭുതമായി. മസ്ജിദുൻ നബവിയുടെ ചാരത്ത് കിടക്കുന്ന പാവപ്പെട്ടവരാ, കഴിക്കാൻ ഒരു ദിവസത്തിൽ ഒരു നേരം പോലും ഭക്ഷണമില്ലാത്ത പാവപ്പെട്ടവനാ, ഒരു ജോഡി വസ്ത്രമല്ലാതെ മറ്റൊരു ജോഡി ധരിക്കാനില്ലാത്ത സ്വഹാബിയാ. ഈ സ്വഹാബിയ മലക്കുകൾക്ക് മുഴുവനും പരിചയമാണ്. പോകുന്നവനും നിസ്കരിക്കുന്നവനും തടമ്പുള്ളവനും പലിശ കച്ചവടം നടത്തുന്ന കാലമല്ലേ. ലോട്ടറി എടുത്തിട്ട് പെട്ടെന്ന് പണക്കാരനാകാ. അല്ലാഹുവിന്റെ പള്ളിയിൽ മുൻസഫിലിരിക്കുന്നവന് നമസ്കരിക്കുമ്പോഴും അവന്റെ പോക്കറ്റിന്റെ അകത്ത് ലോട്ടറിയാണ്. എന്തിനാ സഹോദരാ ഈ ദുനിയാവിന്റെ പുറകിൽ കിടന്ന് പരക്കം പായുന്നത് എന്തിനാ? അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് 5 നേരം ബാങ്ക് വിളിക്കുന്ന ശബ്ദം കേട്ടു. എന്റെ കടയുടെ മുന്നിലൂടെ, വീടിന്റെ മുന്നിലൂടെ പ്രായമുള്ള രോഗം പിടിച്ച ബാപ്പമാര് നടക്കാൻ കഴിയാതെ വേച്ച് നടന്ന് പള്ളിയിൽ പോയി നിസ്കരിക്കുന്നത് കണ്ടാൽ കേറാത്ത എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അപ്പോഴും നീ എന്തേ പള്ളിയിൽ പോകാത്തതിന്റെ കാരണമെന്ത്? ആരെങ്കിലും കടയിൽ വന്നാലോ കച്ചവടം നടത്തണമല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹുവിനെ മറന്നിട്ട് കച്ചവടം നടത്തുന്നവരെ, അല്ലാഹുവിനെ നന്ദി കാണിക്കാതെ നന്ദികേട് കാണിക്കുന്നവര്, മോനെ അല്ലാഹ് പറഞ്ഞത് എന്തെന്നറിയുമോ? ലൈൻ ശകർതും ലഅസീദന്നകും വലൈൻ കഫർതും മിൻ അദാബി ലശദീദ്. അല്ലാഹുവിനെ നന്ദി കാണിക്കാതെ കച്ചവടം നടത്തുന്നവന്, 5 മിനിറ്റ് പള്ളിക്കകത്ത് കയറി നിസ്കരിക്കാത്തവര്, എടാ നിന്റെ കട പൂട്ടുവടാ. അല്ലാഹു ആ നിനക്ക് കട തന്നത്, അല്ലയാ നിനക്ക് കച്ചവടം തരുന്നത്, അല്ലാഹുവാണ് നിനക്ക് പണം തന്നത്. ഈ പണം അല്ലാഹു നിനക്ക് നൽകിയപ്പോ ആ പടച്ച റബ്ബിനോട് നന്ദികേട് കാണിച്ച അല്ലാഹ് എല്ലാം തകർക്കുമടാ. അല്ലാഹു സർവ്വതും തകർത്ത് കളയുമെന്ന് ഖുർആനാ പറഞ്ഞത്. അതുകൊണ്ട് ദുനിയാവിന്റെ പുറകെ പോകുന്നവരോട് നീ എത്ര കടന്ന് കരഞ്ഞു വിളിച്ചിട്ടും കാര്യമില്ല. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബി ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു ചെറുപ്പക്കാരെ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. 2 കൈയും ഇങ്ങനെ ഉയർത്തി പിടിച്ചിട്ടിരുന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. മൂസാ നബിക്ക് അത്ഭുതമായി. അവിടെ നിന്ന് നടന്നുപോയി. തിരിച്ചു വരുമ്പോഴും അതേപോലെ ആ ചെറുപ്പക്കാരൻ അവിടെ ഇരുന്ന് കരഞ്ഞു ദുആ
ചെയ്യുകയാ. മൂസാ നബി അവിടുന്ന് അല്ലാഹുവേ ഈ ചെറുപ്പക്കാരനെ കണ്ടപ്പോ അല്ലാഹുവിനോട് ദുആ ചെയ്തു, ഈ ചെറുപ്പക്കാരന്റെ പ്രാർത്ഥന സ്വീകരിക്കണേ അല്ലാ. മുത്തുനബിയാകവേ മൂസാ നബി അവിടുന്ന് പറന്നു കഴിയുമ്പോ അതാ വരുന്ന മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എന്നിട്ട് പറഞ്ഞു, വേണ്ട നബിയേ, ഇവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കൂല. ഇവൻ ഇവിടെ ഇരുന്ന് ഖിയാമത്ത് നാൾ വരെ കരഞ്ഞാൽ, ഇവിടെ ഇരുന്നിട്ട് ഇവന് ഖിയാമത്ത് നാൾ വരെ കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞവന്റെ കണ്ണുനീര് തീർന്നിട്ട് തലച്ചോറ് കണ്ണിലൂടെ ഇങ്ങനെ താഴെ വീണു. കൈ രണ്ടും ഇങ്ങനെ പിടിച്ചിട്ട് കൈ രണ്ടും ഒടിഞ്ഞുപോയി. ഇവൻ ഇവിടെ ഇരുന്നിരുന്ന് ഇവന്റെ നട്ടല്ലൊടിഞ്ഞു പോയി. ഇതുപോലെ എത്ര ഇവിടെ ഇരുന്ന് കരഞ്ഞാലും അല്ലാഹ് ഇവന്റെ ദുആ സ്വീകരിക്കില്ല നബിയേ. ജിബ്രീലേ, ഇവനെന്ത് പാപമാ ചെയ്തത്? കള്ളു കുടിച്ചവനല്ല, വ്യഭിചരിച്ചവനല്ല, പലിശ തിന്നവനല്ല, നിസ്കരിക്കാത്തവനല്ല, ശിർക്ക് ചെയ്തവനല്ല. എന്തേ അല്ലാഹു അവന്റെ ദുആ സ്വീകരിക്കാത്തത്? ഇവൻ ദുനിയാവിനെ സ്നേഹിച്ചവനാ നബിയേ. ആഖിറത്തിനെ മറന്നിട്ട്, അല്ലാഹനെ മറന്നിട്ട് ദുനിയാവിനെ സ്നേഹിച്ചവനാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന, ദുനിയാവിനെ പ്രേമിക്കല്ലേ, ചതിച്ച് കളയുമടാ ചെറുപ്പക്കാരാ. ദുനിയാവ് നിന്നെ ചതിക്കും മോനെ, ദുനിയാവ് നിന്നെ ചതിക്കും മോനെ. മോനെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞ് കളഞ്ഞ ദുനിയാവ് നിന്റെ പുറകെ വരും. വേണമെന്ന് പറഞ്ഞ് കൂടെ പോയാ നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടും മുസ്ലിമേ. മഹാനായ അബൂദർ ഗഫാരി റളിയല്ലാഹു തആല അൻഹു തനിക്കുള്ളതെല്ലാം പടച്ചവരെ ദീനിന് കൊടുക്കുകയാ. ആരെങ്കിലും തന്റെ വീടിന്റെ അകത്ത് എന്തെങ്കിലും കരുതി വെച്ചാ ചെന്നിട്ട് പറയുമായിരുന്നു, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് കിടന്നു വരുമ്പോൾ ഇതെല്ലാം തീയായിട്ട് നിന്റെ കഴുത്തിൽ കിടക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. അബൂദർ ഗഫാരി റളിയല്ലാഹു തആല അൻഹു പറയുമായിരുന്നു, എന്റെ പ്രിയമുള്ള സഹോദരാ, ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ നോക്കുമ്പോ യുദ്ധം നടക്കുന്ന രണാങ്കണത്തിൽ ഏറ്റവും അവസാനം ഇങ്ങനെ ഓടി വരികയാണ്. പ്രവാചകൻ പറഞ്ഞു, അബൂദരേ, യമൂതു വഹദാ, നീ ഏകനായിട്ടാ മരിക്കുന്നത്, നീ ഏകനായിട്ടാ നാളെ പരലോകത്തേക്ക് കടന്നു വരുന്നത്. എന്റെ പ്രിയമുള്ളവരെ, അവസാനം അബൂദർ ഗഫാരി റളിയല്ലാഹു തആല അൻഹു പണകാര് സൂക്ഷിച്ചാലും ചെന്നിട്ട് വിഷയമുണ്ടാക്കുകയാ. നബിയുടെ കാലഘട്ടം കഴിഞ്ഞു, അബൂബക്കർ തങ്ങളുടെ കാലഘട്ടം കഴിഞ്ഞു, ഉമർ തങ്ങളുടെ കാലഘട്ടം കഴിഞ്ഞു, ഉസ്മാൻ തങ്ങളുടെ കാലഘട്ടം വന്നപ്പോ നാട്ടുകാര് മുഴുവനും പരാതി പറയാൻ തുടങ്ങുമ്പോ മഹാനായ അബൂദർ ഗഫാരി റളിയല്ലാഹു തആല അൻഹുവിനെ അവിടുന്ന് നാട് കടത്തുകയാണ്. പടച്ചവനെ, അബൂദർ ഗഫാരി റളിയല്ലാഹു തആല അൻഹു തന്റെ കുടുംബവുമായിട്ട് ഒറ്റയ്ക്ക് താമസിക്കുകയാ. അവസാനം മരണസമയമെടുത്തപ്പോ, സക്കറാത്തിന്റെ അവസ്ഥയെടുത്തപ്പോ തന്റെ മക്കളെ അടുത്ത് വിളിച്ചിട്ട് വാപ്പ പറഞ്ഞതെന്തെന്നറിയോ? ഈ സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട വാപ്പമാര് 10 വയസ്സുള്ളവനോട് 12 വയസ്സുള്ളവനോട്, എടാ നല്ലതുപോലെ പഠിക്കണം, എങ്കിലേ നല്ല ജോലി കിട്ടൂ, എങ്കിലേ സമ്പത്ത് കിട്ടൂ, എങ്കിലേ ജീവിക്കാൻ പറ്റൂ. 10 വയസ്സുള്ളവനോടും പണത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന മാതാപിതാക്കള് കഴിഞ്ഞ എന്റെ ജനാസ കുളിപ്പിച്ചിട്ട് എടുത്തു വഴിയിൽ കൊണ്ടുവെക്കണം. ഒരു വാപ്പ തന്റെ പൊന്നാര മക്കളോട് പറഞ്ഞു കൊടുക്കുകയാ. പണത്തിന് പരക്കം പായുന്നവര് പണത്തിനോടുള്ള ജനാസ കുളിപ്പിച്ചിട്ട് കൊണ്ടുവന്ന് റോഡിൽ വെച്ചിട്ട് കാത്തിരിക്കുകയാ. റോഡിൽ വെച്ചിട്ട് കാത്തിരിക്കുക. പ്രവാചകൻ പറഞ്ഞത് സത്യമായി. കാരണം ഏകനായിട്ടാ മരിക്കുന്നത്. അവസാനം
കൊട്ടാരങ്ങളോടുള്ള മോഹം കളഞ്ഞോ. അല്ലാഹുവിന്റെ ആഖിറത്തിനെ കുറിച്ച്, പരലോകത്തെ കുറിച്ച്, പടച്ചറപ്പിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ചറപ്പിന്റെ സ്വർഗമുണ്ടല്ലോ അല്ലാഹുവേ, അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും രസമുള്ളതാ കദളിപ്പഴം തിന്നാനോ. താരാട്ട് പാടാറ് തോഴിമാർ പലരുണ്ട്, കൈമുട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട്. മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്. അതിലേക്കു നീ ഒരു പാസുതാ മന്നാനേ, അതു നിന്റെ പക്കൽ മാത്രമാഹന്നാനേ. ദുനിയാവ് വലിച്ചെറിഞ്ഞാൽ, ദുനിയാവ് വലിച്ചെറിഞ്ഞ മോനെ പാലരുവിയുണ്ടടാ, തേനിന്റെ നദികളുണ്ടടാ, കള്ളിന്റെ ആറുണ്ടടാ, കടിക്കാൻ ഭക്ഷണം ഏത് വേണമെന്ന് പറഞ്ഞാൽ കണ്ണിന്റെ മുന്നിൽ വന്ന് നിൽക്കുമടാ. ജോലി ചെയ്യണ്ട, കഷ്ടപ്പാടില്ല, അല്ലാഹുവേ ഇഷ്ടമുള്ളത് തിന്നു കുടിച്ച് ആസ്വദിച്ച് നടക്കാ. ഹൂറുലീങ്ങളായ പെണ്ണുങ്ങള് മോനെ, ജീവിതത്തിൽ ഇന്ന് വരെ ഒരുത്തനും തൊടാത്ത പെണ്ണുങ്ങള് നാളെ നിനക്ക് ഖിദ്മത്ത് ചെയ്യാൻ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലുണ്ട്. ഈ സ്വർഗ്ഗം നിനക്ക് വേണോ? ഈ സ്വർഗ്ഗം നിനക്ക് വേണോ? ദുനിയാവിനെ വലിച്ചെറിഞ്ഞ മലക്കുകളുടെ ശഫാഅത്ത് ലഭിച്ചിട്ട് റബ്ബിന്റെ സ്വർഗ്ഗത്തിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലാ. അല്ല, ദുനിയാവിന്റെ പുറകെ നടന്ന നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ നിന്നിട്ട് തെണ്ടണമടാ. അല്ലാഹുവിന്റെ മുന്നിൽ നിന്നിട്ട് യാചിക്കണം, റബ്ബേ മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്. ആ കാണുന്ന ഈ പാപങ്ങളൊക്കെ പോകുന്ന സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുണ്ട്. എന്റെ കയ്യിലൊന്നുമില്ല അല്ലാ, അതുകൊണ്ട് അതിലേക്ക് നീ ഒരു പാസുതാ എന്ന് പറഞ്ഞിട്ട് റബ്ബിന്റെ മുന്നിൽ നിന്ന് തെണ്ടേണ്ടി വരും. അതുകൊണ്ട് സഹോദരാ, മലക്കുകളുടെ കയ്യിൽ പിടിച്ചിട്ട് സ്വർഗത്തിൽ പോകണോ? ഒന്ന് ദുനിയാവിനെ വലിച്ചെറിഞ്ഞ നിനക്കല്ല അതിനുള്ള ഭാഗ്യം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഈ ദുനിയാവിനോടുള്ള പ്രേമം കളഞ്ഞാൽ മതി, ദുനിയാവിനോടുള്ള മോഹം കളഞ്ഞു കഴിഞ്ഞാൽ സ്വർഗം കിട്ടും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ.